തമ്പുരാന് വേണ്ടി പ്രവർത്തിപ്പാനും ജീവിപ്പാനുമാണ് ദൈവം നമ്മെ അയച്ചിരിക്കുന്നത്. നമ്മെക്കുറിച്ച് പറയുന്നത് ദൈവം അയച്ചവൻ, ദൈവം അയച്ചവൾ എന്നാണ്. യോഹന്നാനെ കുറിച്ച് പറയുന്നത് ദൈവം അയച്ച ഒരുവനുണ്ടായിരുന്നു, അവൻ്റെ പേർ യോഹന്നാൻ എന്നായിരുന്നു. അവൻ കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു. തമ്പുരാൻ്റെ വലിയ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് വിളിച്ച് വേർതിരിച്ച് ഓരോ നിയോഗം ഏൽപ്പിച്ച് നമ്മെ ആക്കിയിരിക്കുകയാണ്. ഇന്ന് അല്പസമയത്ത് ചിന്തയ്ക്ക് വേണ്ടി, അല്പസമയത്ത് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ എൻ്റെ കർത്താവേ, എന്നോടവിടുന്ന് സംസാരിക്കണമേ, എന്നോടവിടുന്ന് അരുളി ചെയ്യണമേ. നിന്റെ വചനം അനുസരിച്ച് എൻ്റെ ജീവിതത്തെ പാകപ്പെടുത്തുവാൻ, ക്രമീകരിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മിലെല്ലാം ഉണ്ടാകേണ്ടത്. യൂദായുടെ ലേഖനം അവൻ്റെ അവസാനത്തെ ഭാഗം ഇപ്രകാരമാണ്: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് മഹത്വമുണ്ടാകട്ടെ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ സന്നിധിയിൽ, തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തുവാൻ ശക്തിയുള്ളവന് മഹത്വമുണ്ടാകട്ടെ. യൂദായുടെ ലേഖനം 24-ാമത്തെ വാക്യമാണ്. വീഴുവാൻ സാധ്യതയുള്ള മേഖലകളിൽ വീഴാതെ, തളരാതെ, തരിപ്പണമാകാതെ സർവശക്തനായ ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാം ജീവിതം ഒരു അത്ഭുതമാണ്. ഈ ലോകത്തിൽ ജീവിക്കുവാൻ, നന്മതിന്മകളെ തിരിച്ചറിയുവാൻ, ദൈവീയരായി ജീവിപ്പാനുള്ള ഒരു വലിയ ഭാഗ്യം സർവശക്തനായ ദൈവം നമുക്ക് നൽകി. ദൈവവചനം കേട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം. എന്താണ് ദൈവത്തിൻ്റെ വചനം? എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും നമ്മുടെ പ്രാണനെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ സന്ധിമഞ്ചകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും നമ്മുടെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാവും. The word of God is living and active. ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനമാണ്, ചൈതന്യമുള്ള വചനമാണ്. നമ്മെ തന്നെ ആനന്ദത്തോടെ നിർത്തുവാൻ, വീഴാതെ വണ്ണം നിർത്തുവാൻ, ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി ജീവിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം. ഈ വചനം ധ്യാനിക്കുവാനായിട്ടാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തകന്മാരൊക്കെ പറയും, ഇന്ന് ഹീറ്റ് ഇൻഡെക്സ് കൂടുന്നു, സ്പിരിച്വൽ ഇൻഡെക്സ് കുറയുന്നു. ആധ്യാത്മികതയുടെ ഇൻഡെക്സ് ഇന്ന് കുറഞ്ഞു വരികയാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ദൈവവുമായി വളരെ ആത്മബന്ധത്തിൽ ജീവിച്ച ദൈവമനുഷ്യൻ ആത്മീയതയിൽ നിന്ന് മാറി ദൈവത്തിൽ നിന്ന് അകന്ന് പോകുന്നു. അതിൻ്റെതായ എന്തെല്ലാം പരിണിത ഫലങ്ങളാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഇന്ന് മനുഷ്യൻ്റെ അവസ്ഥ, മനുഷ്യൻ, ദൈവവചനം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്, മനുഷ്യൻ ഇന്ന് കറവരണ്ട തുണി പോലെയാണ്, വാടിപ്പോകുന്ന ഇല പോലെയാണ് ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ, ഉടഞ്ഞ പാത്രം പോലെയാണ്. ഈ അവസ്ഥയിൽ നിന്ന് ദൈവികമായ അനുഭവത്തിലേക്ക് ഒരു ആത്മീയതയുടെ ഒരു പടവ് കൂടി ചവിട്ടിക്കയറുവാൻ നമുക്ക് നമ്മുടെ ഈ കൂടിവരവ് മൂലം ഇടയായിത്തീരണം. ഒരുമിച്ചുള്ള നമ്മുടെ പ്രാർത്ഥനയും ഒരുമിച്ചുള്ള നമ്മുടെ തിരുവചന ധ്യാനവുമൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരണം. നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ തുടങ്ങിയ ഒരു പ്രത്യേകമായ ഒരു പ്രസ്ഥാനമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. എന്താ? തൂഹാൻ. എന്താ മോനെ? തൂഹാൻ. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തത്തിൽ നിന്ന്, ലഹരിയിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ നിന്ന് അവരെ കോരിയെടുത്ത് രക്ഷിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഗവൺമെൻറ് പുതിയ പ്രസ്ഥാനം തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ,
വളരെ ഉന്നത പാരമ്പര്യമുള്ള, കുലീനത്വമുള്ള, ആത്മീയതയുടെ ഉന്നത നിലയിൽ ജീവിച്ച മാതാപിതാക്കളുടെ മക്കൾ, കൊച്ചുമക്കൾ ഇന്ന് ലഹരിക്ക് അടിമയായി, ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിക്കുന്ന, അവരെ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കൊണ്ട് നിർത്തുന്ന ഒരനുഭവത്തിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ദുരന്ത അനുഭവത്തിൽ നിന്ന്, ഈ തെറ്റായ അവസ്ഥയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കോരിയെടുത്ത് രക്ഷിക്കുവാൻ നമ്മുടെ മനസ്സ് ഇന്ന് കറപുരണ്ട അനുഭവത്തിലാണ്, ഇരുണ്ട അനുഭവത്തിലാണ്, മാലിന്യം നിറഞ്ഞ, വിഷം നിറഞ്ഞ ഒരു അവസ്ഥയിലാണ്. ഇതിൽ നിന്ന് ഒരു മുക്തി നേടുവാൻ ദൈവമായുള്ള ബന്ധത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഒത്തിരി ഉയർന്നിട്ടുണ്ട്. നമുക്ക് അത്ഭുതം തോന്നും ഇന്നത്തെ നമ്മുടെ ഉയർച്ച. പ്രിയപ്പെട്ടവരെ ഓർക്കണം, എന്നാൽ ഏറ്റവും വലിയ ഉയർച്ച എന്ന് പറയുന്നത് അത് എന്താണ്? ദൈവവുമായുള്ള ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവമാണ്. ആഴമായി നമ്മെ മാറ്റിമറിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പ്രാർത്ഥനയിൽ കൂടി മാത്രമേ സംജാതമാവുകയുള്ളൂ. മറ്റ് മാറ്റങ്ങളൊക്കെ അത് നൈമിഷികമാണ്. ആഴമായ മാറ്റം, ഒരു ഡൈനമിക് ചേഞ്ച് അത് ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും ദൈവവുമായുള്ള ബന്ധത്തിലൂടെയാണ്, പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ്, സാക്ഷ്യ ജീവിതത്തിലൂടെയാണ്, ദൈവവുമായുള്ള ആത്മബന്ധത്തിലൂടെയാണ്. ദൈവവചനം സുഹൃത്തായി, നമ്മുടെ ആത്മമിത്രമായി നാം സ്വീകരിക്കുമ്പോൾ മാത്രമേ അപ്രകാരം ഒരു മാറ്റം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ, നമ്മുടെ ഇടവ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇന്നത്തെ അവസ്ഥ പോലെ നാം ആയിത്തീരും. പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നാം ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ കൂടിവരവ് ഇടയായി തീരണം. ഞാനും എൻ്റെ കുടുംബവും നാശത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ഓർക്കണം, നമ്മളൊക്കെ ഇവിടെ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ആത്മീയതയുടെ അനുഭവത്തിൽ ഉയർന്നു വരുവാൻ, നമ്മോടൊപ്പം പ്രാർത്ഥനയ്ക്കിരിക്കുവാൻ, നമ്മോടൊപ്പം ആരാധനയിലായിരിക്കാൻ, നമ്മോടൊപ്പം ദൈവിക കാര്യങ്ങളിൽ ഇമ്പപ്പെടുവാൻ നല്ല കുഞ്ഞുങ്ങളാണ്. ഞാൻ ഓർക്കുന്നു, അർത്തശ്മോനി വലിയ പള്ളിയിലെ കുഞ്ഞുങ്ങൾ, യുവാക്കൾ എല്ലാവർക്കും മാതൃകയാണ്. നല്ലൊരു ആത്മീയതയുള്ള ഒരു യുവാ സംഘം ഇവിടെയുണ്ട്. ആ കുഞ്ഞുങ്ങളെ നേരായ പാതയിൽ അവരെ ദൈവത്തോട് ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും കടമയുണ്ട്, ദൗത്യമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർക്ക് താങ്ങായി, തണലായി, പ്രയോജനമുള്ള മക്കളായി ജീവിക്കേണ്ടവരാണ്, ജീവിച്ചവരാണ്. ഇപ്പോഴും ജീവിക്കുന്ന അനേകരുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഈ ദിവസങ്ങളിലൊക്കെ എത്രയോ കുഞ്ഞുങ്ങളാണ് വിളിച്ച് ക്ഷേമം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവരുടെ ആ ശ്രേഷ്ഠത എത്രമാത്രം വലുത് എന്ന് എളിയവനായി ഞാൻ ചിന്തിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെയും, ആഴമായി നമ്മെ മാറ്റിമറിക്കുന്ന പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനാ സംഘം പ്രസാദ വർഷം എന്നാണ് പറയുന്നത്. ഒരു പ്രാർത്ഥനാ സംഘമാണ്. കൂടി വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക, ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുക. ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുവാൻ എൻ്റെ ഭവനം നീതിമാന്മാരുടെ കൂടാരമാകണം, മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദം എൻ്റെ ഭവനത്തിൽ നിന്ന് ഉയരണം. നല്ല വാർത്തകൾ ഉയരുന്ന, നല്ല മാതൃകയുള്ള മക്കളായി അവരുടെ ജീവിതം കണ്ട് സന്തോഷിക്കുന്ന ഒരാത്മീയതയുടെ അനുഭവത്തിൽ ഉയരുവാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണുവാൻ, ദൈവത്തെ കേൾക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ നാം കടന്നു വന്നിരിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഭൗതികതയുടെ അനുഭൂതിയിൽ ലയിച്ചിരിക്കുന്ന മനുഷ്യന് ഇന്ന് ദൈവവചനം കേൾക്കുവാൻ സമയമില്ല. ഞാൻ വീട് വിടാന്തരം കയറി 89 വീടുകൾ കയറി ഞാൻ വളരെ ആദരവോടെ പറഞ്ഞതാണ്, ദേവാലയത്തിൽ പറഞ്ഞു. ഇത്രയും അധികം ആളുകൾ വന്നല്ലോ, സന്തോഷമുണ്ട്. നമുക്ക് ഉയർച്ചയും സമൃദ്ധിയും ദൈവം തന്നതാണ്. നമ്മുടെ കണ്ണുനീരിൻ്റെ ഫലമാണ്. ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ളതാണ് കണ്ണുനീരെന്ന് പറയുന്നത്. ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബം സ്വർഗീയ അനുഭവത്തിൽ വീണ്ടും വീണ്ടും ഉയർന്നു വരും. ദൈവമേ, നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാണ്. നമ്മുടെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ പകരുവാൻ നമുക്ക് സാധിക്കണം. ഹൃദയം നൊന്ത് എൻ്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കണം. നിരന്തരം ദൈവത്തെ സ്തുതിക്കണം. കുഞ്ഞുങ്ങളെ, ഇത്രയും കുഞ്ഞുങ്ങളുണ്ടല്ലോ, സന്തോഷം. ഇങ്ങോട്ട് നോക്കി, അല്ല കുഞ്ഞുങ്ങൾ ഒരു കിറ്റ്കാറ്റ് ചോക്ലേറ്റ് വായിലിട്ട് നുണഞ്ഞ് സന്തോഷിച്ചിരിക്കുന്ന പോലെ കുഞ്ഞുങ്ങളിരിക്കുന്നു.
മാലാഖമാരെ പോലുള്ള കുഞ്ഞുങ്ങൾ, ഗായകസംഘത്തിലെ കുഞ്ഞുങ്ങളും എല്ലാവരും അതുതന്നെ. നിരന്തരം ദൈവത്തെ സ്തുതിക്കണം, ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കണം, ഹൃദയ നുറുക്കത്തോട് പ്രാർത്ഥിക്കണം. പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കി വീഴ്ചകൾ വരാതെ തകരാതെ ദൈവികരായി തീരുവാൻ, ആരും ആരെക്കുറിച്ചും ദുഃഖിക്കുവാനിടയാകാതെ എല്ലാവരും ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ കടന്നു വരുന്ന തൃപ്തിയുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമുക്കിടയാകണം. ദൈവമേ, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണം. ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ നാം ചിന്തിച്ച വിഷയമാണ്. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് തമ്പുരാനെ നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണം. ഇവിടെ എവിടെ പോയാലും ദൈവസന്നിധിയിൽ ആനന്ദം ലഭിക്കുന്നത് പോലെ നമുക്ക് ലഭിക്കുകയില്ല. ഉറപ്പുള്ള പാറ, എൻ്റെ ശൈലം, എൻ്റെ കോട്ട, എൻ്റെ ഏറ്റവും അടുത്ത തുണ, ദൈവം എൻ്റെ ബലവും എൻ്റെ സങ്കേതവുമാകുന്നു. കഷ്ടങ്ങളിൽ, രോഗങ്ങൾ അനുഭവത്തിൽ, പ്രതിസന്ധിയുടെ അനുഭവത്തിൽ ഏറ്റവും അടുത്ത തുണ ദൈവമാണ്. God is my refuge and strength, a very present help in trouble. A very present help. കുഞ്ഞുങ്ങളെ ഓർക്കണം, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ ഏറ്റവും അടുത്ത തുണ ദൈവമാണ്. എത്രയോ അപകടങ്ങളാണ്, എത്രയോ രോഗങ്ങളാണ് നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ ഓർക്കണം, ഞാൻ ശുശ്രൂഷിച്ച തേവലക്കര മാറാവോ തീർത്ഥാടന കേന്ദ്രത്തിലെ 31 വയസ്സുള്ള ഒരു മകളാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്. ഓർക്കണം, എന്തെല്ലാം സ്വപ്നങ്ങളുമായി ജീവിച്ച 2-2.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാത്സല്യവാനൊരു അച്ഛൻ്റെ ഭാര്യയാണ്. 4 മണിക്ക് മൃതശരീരം കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദേശം മുഴുവൻ ആർത്ത് നിലവിളിക്കുകയാണ്. എന്തെല്ലാം പ്രതിസന്ധികളാണ് നമ്മുടെ അറിവിലും അറിയാതെ, എന്തെല്ലാം സംഭവങ്ങൾ, എന്തെല്ലാം രോഗങ്ങൾ, എന്തെല്ലാം ആപത്തുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഒന്നിലും നമ്മൾ അഹങ്കരിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മനോവിനയത്തോടെ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ഉള്ളിലെ നക്ഷത്രം അത് തിരിച്ചറിയാൻ നാം വൈകിപ്പോകരുത്. തമ്പുരാൻ നമ്മൾ ഊതിത്തന്ന ആ ദൈവികമായ അനുഭവം അത് വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം, വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവമായുള്ള ബന്ധത്തിലൂടെ നമുക്ക് സാധിക്കണം. ബുദ്ധിയെ ഭക്തി കൊണ്ട് പൊതിയണം, വികാരത്തെ വിവേകം കൊണ്ട് പൊതിയണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ദൈവഭയം, പരിശുദ്ധ സഭയുള്ള സ്നേഹം, നന്മ, മനസ്സ്, ഇതൊക്കെ നമുക്ക് ഈ ദൈവികമായ കൂടിവരവിലൂടെ നമുക്ക് ലഭിക്കട്ടെ. ഈ ധ്യാനം നമ്മുടെ ബലഹീനതകളെ കണ്ടുപിടിക്കുവാനും തിരുത്തുവാനും ഈ ലോകത്തിൽ ദൈവികരായി ജീവിക്കുവാൻ, നമ്മുടെ മനസ്സിന്, നമ്മുടെ ഹൃദയത്തിൽ ഒരു അറ്റകുറ്റപ്പണി നടത്തി ഒരു ദൈവം വസിക്കുന്ന ആലയമായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ വ്യക്തിയായി തീരുവാൻ തക്കോണം ഇന്നത്തെ നമ്മുടെ കൂടിവരവ് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അതിന് മുഖാന്തരമാക്കി തീർക്കട്ടെ. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പരിശുദ്ധ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ബഹുവന്ദനായ വർഗീസ് ജോഷുവാച്ചൻ, നിങ്ങൾക്ക് ഏവർക്കും പരിചയം കാണും. നമ്മുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭദ്രാസനമാണ് തുമ്പോൺ ഭദ്രാസനം. എൻ്റെ സ്നേഹിതനും സഹപാഠിയുമാണ് ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ എബ്രഹാം മാർ സറാഫിൻ തിരുമേനിയുടെ വാത്സല്യവാനാണ്. തുമ്പോൺ ഭദ്രാസനത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഭദ്രാസന വൈദിക സംഘം സെക്രട്ടറിയാണ് പ്രിയപ്പെട്ട ജോഷുവാച്ചൻ. അച്ഛൻ്റെ ഭവനം ദേവാലയത്തോട് ചേർന്ന തുമ്പോൺ പുരാതനമായൊരു കുടുംബത്തിലെ ഒരു കൊച്ചുമകനാണ്. നല്ല നന്മയുള്ള മനസ്സുള്ള, നല്ല മാതൃക ഒരു പുരോഹിതനാണ്. എനിക്ക് ഏറ്റവും സ്നേഹം, ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ്. നല്ല കുടുംബജീവിതം, നല്ല ദൈവിക ശുശ്രൂഷ, ജനത്തോട് വ്യക്തിപരമായ ബന്ധവും അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള അച്ഛൻ്റെ ആത്മാർത്ഥമായ ആ പരിശ്രമവും എല്ലാ ഇടവുകളിലും വിജയകരമായി തീർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോൾ ഉളനാട് സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ വികാരിയാണ്. വളരെ അനുഗ്രഹമായി ഇന്നത്തെ ധ്യാനം നടത്തുവാൻ തക്കവണ്ണം ദൈവം അദ്ദേഹത്തെ ശക്തീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബഹുമാന്യനായ PM എബ്രഹാം അച്ഛൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. അച്ഛൻ ഉടനെ തന്നെ എത്തുമെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ ശുശ്രൂഷകർ, നമ്മുടെ ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ,
എൻ്റെ പ്രിയപ്പെട്ട പ്രാർത്ഥിക്കുന്ന അമ്മമാർ, സഹോദരികൾ, സഹോദരങ്ങൾ, ഗായക സംഘത്തിലെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും വളരെ ആദരവോടെ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുഞ്ഞുങ്ങളൊക്കെ ഒരുക്കത്തോടെ ഈ മക്കളെ അച്ഛനപ്പച്ചൻ്റെ മുഖത്തോട് നോക്കിയിരിക്കണം കേട്ടോ. അച്ഛനപ്പച്ചൻ്റെ മുഖത്തോട് നോക്കിയിരിക്കണം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇന്നത്തെ കൂടിവരവ് അനുഗ്രഹമായി തീരണം. പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ നമ്മൾ എഴുതണം. ബൈബിളുള്ളവർ കയ്യിൽ ബൈബിൾ എടുത്തു വെച്ച് അത് ശ്രദ്ധയോടിരിക്കണം. ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഈ അഭിഷിക്തനിലൂടെ ദൈവം നമ്മോട് ഇടപെടുകയാണ്. ആ ഒരു ബോധ്യവും ബോധവും എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടി